ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം ഞാനിവിടെ പുതിയൊരു മോക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ LDC എക്സാമിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ജൂലൈ 27-ന് LDC എക്സാം എവിടെ? തിരുവനന്തപുരം, കുറച്ച് അങ്ങനെ ജില്ലകളിൽ തുടങ്ങുന്ന എക്സാം ഒക്ടോബറിൽ എറണാകുളം ജില്ലയിൽ വെച്ച് നമുക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ വരെ നമുക്ക് LDCയുടെ എക്സാം സീരീസ് നടക്കും. അതായത് എറണാകുളത്താണ് ഏറ്റവും അവസാനം നടക്കുന്നത്. ഇനി എന്താണ്? ജൂലൈ 30-ന് എന്തും കൂടിയുണ്ട്? ഗാദി ബോർഡ് LDCയുടെ മെയിൻസും കൂടിയുണ്ട് അല്ലേ? ഗാദി ബോർഡ് LDC മെയിൻസും കൂടിയുണ്ട്. അപ്പോൾ ആ ആൾക്കാരെ, അങ്ങനെ എക്സാം എഴുതുന്നവരെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഒരു സീരീസ് തുടങ്ങിയാണ്. LPUPയുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നല്ല രീതിക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ LDCയും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്പൈലർ, അതായത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു LDC സിലബസ് ബേസ്ഡ് എക്സാം ആയിരുന്നു ഏത്? അസിസ്റ്റൻറ്റ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കംപ്ലീറ്റ് ഒന്ന് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും പുതിയതായിട്ട് ചോദിച്ചതെന്ന് ഐഡിയ വെച്ചിട്ട് നമുക്ക് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം എന്താ? അതായത് നമ്മുടെ LPUPയുടെ കഴിഞ്ഞ UP എക്സാം നടന്നപ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് PSC എന്താണോ സിലബസ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം, വലിയ കാര്യമായിട്ടൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതിൽ ആകപ്പാടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സിൽ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കില്ലായിരുന്നു, പക്ഷേ അത് ക്ലോക്കിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അല്ലാതെ യാതൊരു വിധത്തിൽ ഇങ്ങനെ ട്വിസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എക്സാമിന്. അപ്പോൾ എന്താണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള PSCയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ തരുന്ന സിലബസ് അവർ നല്ല വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ക്വസ്റ്റ്യൻ: കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി, ഈ തന്നിരിക്കുന്നവയെ ശരിയായ കാലഗണനാക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്തൊക്കെ അറിയണം? ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ അറിയണം അല്ലേ? എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. കുണ്ടറ വിളംബരം എന്നാണ്? 1809. ആറ്റിങ്ങൽ കലാപം എന്നാണ്? 1721. ശ്രീരംഗപട്ടണം ഉടമ്പടിയോ? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ക്രമം വരുന്നത്? ആറ്റിങ്ങൽ കലാപമാണല്ലേ ആദ്യം നടന്നത്. സോ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോഴേക്കും ഇതാണ് 3 ആദ്യം നടന്നത്. 3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് 3. അത് കഴിയുമ്പോഴേക്കും ഇവിടെ കുളച്ചൽ യുദ്ധം വരും, അത് കഴിയുമ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി വരും, ഏറ്റവും അവസാനം കുണ്ടറ വിളംബരം വരും. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാലഗണനാക്രമം ചോദിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിൻ്റെയും എന്താണ് വർഷങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്. സംഘടിത കലാപമാണെന്ത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 5 തെങ്ങ് കലാപമാണ്. സംഘടിതം എന്ന് ചോദിച്ചാലാണ് ആൻസർ എന്ത് വരുന്നത്? ആറ്റിങ്ങൽ കലാപം വരുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന എന്നാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതായത് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വെച്ച് ഉടമ്പടിയാണ് എന്ത്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. ഓക്കെ, അതേപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു വേണാടിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. 1723 എന്ത് ഉടമ്പടി ഒപ്പുവെക്കുന്നത്? വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. വേണാട് ഉടമ്പടിയിൽ ആരായിരുന്നു ഒപ്പുവെച്ചത്? അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും അതേപോലെ തന്നെയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ആരാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്ന് ഒപ്പുവെച്ചാണ് എന്താ ഈ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എന്ത്? ഗിഫോർഡ്. ആരായിരുന്നു ഗിഫോർഡ്? അതായത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരാ? ഗിഫോർഡ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ അടുത്ത ഏതാണ്? ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാണ്? കുളച്ചൽ യുദ്ധമല്ലേ അടുത്ത വരുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന എന്നാണ്? 1741 ഓഗസ്റ്റ് 10 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അതായത് നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് എന്ത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാർത്താണ്ഡവർമ്മ ജയിക്കുകയും ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ, അതായത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് എവിടെയാണ്? കുളച്ചൽ യുദ്ധത്തിലാണ്. ഇപ്പോൾ എവിടെയാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്?
അത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇപ്പോൾ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ആര്? ഡിലനോയ്. ഗിഫോർഡ് ആരായിരുന്നു? ഗിഫോർഡ് എന്ന് പറയുന്നത് നമ്മൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ആരാണ് അദ്ദേഹം? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആരാണ്? ഡിലനോയ് ആണ്. അതുകൊണ്ട് ഡിലനോയിനെ അറിയപ്പെടുന്നത് എന്താണ്? തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡിലനോയ് ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഡിലനോയ് സ്മാരകം എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ട നിർമ്മിച്ചതാരാണ്? വീരരവിവർമ്മ. വേണാട്ടിലെ രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട പണി കഴിപ്പിക്കുന്നത്. ഓക്കെ. അടുത്തത് എന്താണ് ഇനി പഠിക്കാനുള്ളത്? ഇനിയാണ് എന്ത്? കുണ്ടറ വിളംബരം 1809 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അല്ലെങ്കിൽ 984 മകരം 1. ഈ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. 984 മകരം 1 കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതാണ്? അത് ഇളമ്പല്ലൂർ ക്ഷേത്രം. ഇളമ്പല്ലൂർ. ആരാണ് കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടത്? അതായത് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടി വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമായിരുന്നു എന്ത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലത്ത് വെച്ചൊരു സമരം നടക്കുകയും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദളവയുടെ വസതി തകർക്കുകയും പ്രക്ഷോഭക്കാർ വമ്പിച്ച ആൾനാശമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ള നാട്ടുകൂട്ടവിളക്കം. ഓക്കെ. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മളോട് ചെയ്തിട്ടുണ്ട് നേരത്തെ. വേലുത്തമ്പി ദളവയെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു നമുക്ക് കാര്യം LP-UPക്ക് വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഹിസ്റ്ററി എന്ന പോർഷനിലെല്ലാം കിടപ്പുണ്ട്. നെക്സ്റ്റ് എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നായിരുന്നു? 1792 മൂന്നാർ മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് എന്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമായിരുന്നു ഏത്? മലബാർ. ഓക്കെ. ഇത്രയൊക്കെയാണ് ഒന്നാമത്തെ ക്വസ്റ്റിനെ പറ്റി നമുക്ക് കണക്റ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളുടെയും വ്യക്തികളുടെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാരാണ്? തോമസ് പെയിൻ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാരാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് വോൾട്ടെയർ ആണ്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാരാണ്? അത് സൈമൺ ബൊളീവറും. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ട്രോട്സ്കിയും. ഓക്കെ. ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആരാണ് തോമസ് പെയിൻ? എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി അദ്ദേഹത്തിന് ബന്ധം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആയിരുന്നു. കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തിയാണ് ആരാ? തോമസ് പെയിൻ എന്നറിയപ്പെടുന്നത്. കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? തോമസ് പെയിൻ ആണ്. അതേപോലെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് കീഴടങ്ങി അധികകാലം എന്താണ്? ദീർഘകാലം കീഴടങ്ങി കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടതുമാരാണ്? തോമസ് പെയിൻ ആണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് ആര്? തോമസ് പെയിൻ. ഇനി ആരാണ് വോൾട്ടെയർ? അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര്? വോൾട്ടെയർ. ഓക്കെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നുള്ളതാണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് അദ്ദേഹം. ഓക്കെ. അതാണ് വോൾട്ടെയറും ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് വോൾട്ടെയർ ആണ്. ഇനി ആരാണ്? സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു 3 പേര്. അതിൽ ആരൊക്കെയായിരുന്നു? സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, അതേപോലെ സൈമൺ ബൊളീവർ. 3 പേരായിരുന്നു. അതേപോലെ എവിടെയാണ്? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച നേതാവാണ് ആര്? സൈമൺ ബൊളീവർ. വിമോചകൻ, തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സൈമൺ ബൊളീവറാണ്. അപ്പോൾ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കോമൺ സെൻസ് എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ടാണ് തോമസ് പെയിൻ വരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വോൾട്ടെയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സൈമൺ ബൊളീവർ. അതായത് 3 പേരായിരുന്നു. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ,
സൈമൺ ബൊളീവർ. അതിൽ എന്താണ് വിമോചകനെന്നും തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സൈമൺ ബൊളീവർ. ഇനി ആരാണ് ട്രോട്സ്കി? ട്രോട്സ്കി എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവ സമയത്ത്, അതായത് നമുക്കറിയാം റഷ്യ വിപ്ലവ സമയത്ത് ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. അതിലൊന്നാണ് മെൻഷെവിക്കുകളെന്നും പിന്നെ എന്താണ് ബോൾഷെവിക്കുകളെന്നും. ഇങ്ങനെയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് പിരിയുന്നത്, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. ഇതിൽ മെൻഷെവിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. ഇനി ബോൾഷെവിക്കുകൾ എന്താണ്? അത് ഭൂരിപക്ഷമുള്ള ആൾക്കാരായിരുന്നു, ഭൂരിപക്ഷമായിരുന്നു ബോൾഷെവിക്കുകൾ. ഈ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ 2 പേരുണ്ട്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയതാണ് ലെനിനും, രണ്ടാമത്തതാണ് ആര്? ട്രോട്സ്കി എന്ന് പറയുന്നത്. ഓക്കെ, മെൻഷെവിക്കുകളുടെ നേതാവാണ് ആര്? അലക്സാണ്ടർ കെരൻസ്കി. അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത് മെൻഷെവിക്കുകളുടെ നേതാവാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ട്രോട്സ്കിയുടെ പ്രത്യേകത? അതായത് റഷ്യൻ 1898 രൂപീകൃതമായൊരു പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് പിരിയുന്നുണ്ട്, മെൻഷെവിക്കും ബോൾഷെവിക്കും. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്, അതിൻ്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിപക്ഷമാണ്, അതിൻ്റെ നേതാവായിരുന്നു ലെനിനും ട്രോട്സ്കിയെ. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രോട്സ്കിയെ? റഷ്യ വിപ്ലവമായുള്ള ബന്ധം മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് ആവതിലാണ്. ആണോ? അല്ല. കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയാണ്. ഫൈസാബാദിൽ കലാപത്തിന് നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ആണോ? ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുകയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ എന്ത് വരും ആൻസർ? ഓപ്ഷൻ 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ കുറച്ച് നേതാക്കളെ പഠിക്കാം. കാൺപൂറും 1800 ശിപ്പായി ലഹള, അതായത് കാൺപൂരിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആരായിരുന്നു? നാനാ സാഹിബ്. അതേപോലെ ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായ്. പിന്നെ മീററ്റിൽ ആരായിരുന്നു? ഗുദ്ദം സിംഗ്. പിന്നെ മധുരയിൽ ആരായിരുന്നു? മധുര ദേവി സിംഗ്. അങ്ങനെ കുറച്ച് പേരുടെ പേരുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്ക് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കുറച്ചധികം ആൾക്കാരുടെ പേരുണ്ട്. ഓക്കെ, 1857 വിപ്ലവത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? അത് നമ്മുടെ മംഗൾ പാണ്ഡെ ആയിരുന്നു. ഓക്കെ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ച വന്ന വാർഷിക ബജറ്റാണ് പതിവ് കണക്കെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 1950 ജനുവരി 3-ാം തീയതിയാണ് തൃപ്പടിദാനം. അത് 1950 അല്ല, 1750 ആയിരുന്നു. പക്ഷെ അത് പി എസ് സിയുടെ ആൻസർ പ്രകാരം ഇത് എല്ലാം ശരിയെന്നുള്ളതായിരുന്നു. ശരിക്കും ഇത് തെറ്റായ പ്രസ്താവനയായിരുന്നു. അതിലൊരു മിസ്റ്റേക്ക് വന്നതായിരുന്നു. 1750 ആയിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്, 1750. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു വന്നിട്ട്. പ്രൊഫഷണൽ വന്നപ്പോഴേക്കും ഇത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതായിരുന്നു ആൻസർ വന്നത്. ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പി എസ് സിയുടെ ആൻസർ പ്രകാരം. ഇനി മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ച സംഭവമായിരുന്നു എന്ത്? അതായത് മാർത്താണ്ഡവർമ്മയെ പറ്റി നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. അതേപോലെ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക്, ആധുനിക അശോകൻ, തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരായിരുന്നു? നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1729 മുതൽ 1758 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റാണ് പതിവ് കണക്കുകൾ. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ട പേരെന്തായിരുന്നു? ചെക്ക് പോസ്റ്റ്, അത് ചൗക്കകൾ എന്നറിയപ്പെട്ടു. അതേപോലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൽ സമ്പ്രദായമാണ് അഞ്ചൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ താലൂക്ക് ഓഫീസുകൾ എന്തായിരുന്നു അറിയപ്പെട്ടത്? മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? താലൂക്കുകളാണ്.
ഇതൊക്കെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസുകൾ അറിയപ്പെട്ട പേരെന്തായിരുന്നു? വില്ലേജ് ഓഫീസ് ആണെങ്കിൽ അത് പകുതികൾ എന്നറിയപ്പെട്ടു. പകുതികൾ. ഓക്കെ. ഇനി തൃപ്പടിദാനവുമായി ബന്ധപ്പെട്ട് 1750 ജനുവരി 3 തൃപ്പടിദാനം നടക്കുന്നത്. അതായത് രണ്ടാം തൃപ്പടിദാനം എന്നായിരുന്നു? 1766 രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത്. അതായത് എന്തായിരുന്നു? തൃപ്പടിദാനത്തിന് ശേഷം എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ഭരണാധികാരികളെല്ലാം എന്താണ് അറിയപ്പെട്ടിരുന്നത്? പത്മനാഭദാസന്മാർ. അതായത് തൻ്റെ രാജ്യത്തെ മുഴുവനായിട്ട് ആർക്ക് സമർപ്പിക്കുകയാണ്? പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇതാണ് അറിയപ്പെടുന്നത്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണെന്നറിയാവോ? തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. ഉമാമഹേശ്വരി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. ശരിയായ പ്രസ്താവനയാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കുന്നത്. 2020 അദ്ദേഹം 2017 മുതലാണ് അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കുന്നത്. സോ ഇതെന്താണ്? തെറ്റാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം ഏതെയാണ്? വിയന്നയിലാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ആണവോർജ്ജ ഏജൻസി വിയന്ന, ഓസ്ട്രേലിയയിലെ വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയല്ലാത്തത്. സോ ഏതാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ 2 മാത്രമാണ് ശരിയല്ലാത്തത്. സോ ആൻസർ വരുന്നത് ഏതാണ്? സോറി, ഡി അല്ല, സി. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. 2 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ. ഐക്യരാഷ്ട്രസഭയിലെ 15 അംഗങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? 5 സ്ഥിരാംഗങ്ങളുണ്ട് കേട്ടോ അതിൽ. അതായത് ഏതൊക്കെയാണ് സ്ഥിരാംഗങ്ങൾ? ചൈനയുണ്ട്, അതേപോലെ ഫ്രാൻസ് ഉണ്ട്, റഷ്യ, ബ്രിട്ടൻ, USA. ഈ 5 എണ്ണമാണ് രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പാണ്. 10ാം ക്ലാസ്സിലെ SCERTയിലെ ജോഗ്രഫി പോർഷനിൽ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ പിക്ചർ ഉൾപ്പെടെ കിടപ്പുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ. താപീയ മധ്യരേഖ, സമതാപരേഖ, ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എന്താണ് വ്യത്യാസം? സമതാപരേഖ എന്ന് പറഞ്ഞാൽ ഒരേ അന്തരീക്ഷ താപനില പ്രദേശങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തും ഏകദേശം എപ്പോഴും ടെമ്പറേച്ചർ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ്. താപീയ മധ്യരേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്താണല്ലേ ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. അങ്ങനെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന രേഖയാണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത്. ഇനി എന്താണ് താപസന്തുലനം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന താപവും നമ്മൾ ഭൂമി തിരിച്ചു വിടുന്ന താപവും ഈക്വലായിട്ട് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? താപസന്തുലനം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയും. ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും ഈക്വലാകുന്നു. അതിനെയാണ് താപസന്തുലനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് മഴ ലഭിക്കുന്ന പോയിന്റുകൾ, തുല്യ മഴ ലഭിക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ മെയിനായിട്ട് ഐസോ ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണെങ്കിൽ അത് ലിബുലേഖ് ആണ്. ലിബുലേഖ്. ഓക്കെ. നാദുല എവിടെയാണ്? നാദുല ചുരം സിക്കിം ടിബറ്റാണ്. സിക്കിം ടിബറ്റാണ് നാദുല എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് സോജില എന്ന് പറയുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ഇനി എവിടെയാണ് ഷിപ്കില എന്ന് പറയുന്നത്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഷിപ്കില എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5ലാണ് ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അതായത് നാഷണൽ വാട്ടർവേ 1 എന്തിനെയാണ്? അത് ഗംഗയിലാണ്. ഗംഗയിലെ അലഹബാദ് ടു ഹാൽഡിയാണ്.
നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഏകദേശം 1620 കിലോമീറ്ററോളമുണ്ട്. ഇനി നാഷണൽ വാട്ടർവേ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബ്രഹ്മപുത്ര നദിയിലാണ്, ബ്രഹ്മപുത്രയിലാണ്. അത് സാദിയ മുതൽ ദുബ്രി വരെയാണ് നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 3 ഏതാണ്? അത് നമ്മുടെ കേരളത്തിലാണ്. എവിടെയാണത്? കൊല്ലം ടു കോട്ടപ്പുറമാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 4 ഏതാണ്? 4 എന്ന് പറയുന്നത് ഗോദാവരി കൃഷ്ണ നദികളുമായി ബന്ധപ്പെട്ട് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് എന്ത്? നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 5 ആണ് ഈ പറയുന്ന പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കറണ്ട് അഫെയർ ആണ് അല്ലേ? 2023 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? സോർസനാണ്. ഓക്കെ, 2023 ഏപ്രിൽ ഭൗമദിനത്തിൽ രാജസ്ഥാൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 3 കേന്ദ്രങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് സോർസൻ, പിന്നെയുള്ളത് ഏതാണ്? ഗിച്ചാൻ, പിന്നെയുള്ളത് ഹമീർഘട്ട്. ഇത് 3 എണ്ണമാണ് അന്ന് 2023 ഏപ്രിലെ ഭൗമദിനത്തിൽ രാജസ്ഥാൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച പുതിയ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ ദുധ്വ എവിടെയാണ്? ദുധ്വ നാഷണൽ പാർക്ക് UP ഉത്തർപ്രദേശിലാണ്. ഗുഗമൽ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗുഗമൽ മഹാരാഷ്ട്രയിലാണ്. പിന്നെ ഏതാണ്? നൽ സരോവർ ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അപ്പം നൽ സരോവർ ഗുജറാത്ത്, ഗുഗമൽ ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലും, ദുധ്വ നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തർപ്രദേശിൽ. അതേപോലെ സോസൻ എന്ന് പറയുന്നത് എവിടെയാണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്, രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ശരിയാണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡുമായി ബന്ധപ്പെട്ടതാണ്. 1982 നബാർഡ് സ്ഥാപിക്കുന്നത്. 1980 എല്ലാം ശരിയാണ്. 1982 ജൂലൈ 12 എന്ത് നബാർഡ് സ്ഥാപിക്കുന്നത്? ജൂലൈ 12. അതേപോലെ 1979 മാർച്ച് 30 ശിവരാമൻ, അതായത് ആസൂത്രണ കമ്മീഷനിലെ അംഗമായിരുന്ന B ശിവരാമൻ അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. എന്താണ് നബാർഡ്? നബാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? നബാർഡ് എന്താണ്? ഓക്കെ, എന്താണ് ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിക്കുന്നത്. അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന എന്നാണ്? 1982 നവംബർ 5 രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത്. ഈ ഡേറ്റാണ് ഇമ്പോർട്ടൻ്റ്. 1982 ജൂലൈ 12. ഇതാണ് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറ്. ഇനി നബാർഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. നിലവിലെ നബാർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി KV. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം ഏത്? പ്ലാൻ ഹോളിഡേ കാലഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ചോദിച്ചാൽ അതെവിടെയാണ്? കോഴിക്കോടാണ്. ഇനി സ്പൈസസ് ബോർഡ് ആണെങ്കിൽ അതെവിടെയാണ്? നമ്മുടെ സുഗന്ധ ഭവൻ, അതായത് കൊച്ചിയിലെ പാലാരിവട്ടത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സുഗന്ധ ഭവൻ, സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്പൈസസ് പാർക്ക് അതെവിടെയാണ്? ഇടുക്കിയിലെ പുറ്റടിയിലാണ്. ഓക്കെ, ഇനി കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് റബ്ബറുമായി ബന്ധപ്പെട്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റബ്ബർ ബോർഡ് ഉണ്ട്. അതേപോലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ എവിടെയാണ്? അത് കോട്ടയത്താണ്. കാസർഗോഡ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. അതേപോലെ നാളികേര ഗവേഷണ കേന്ദ്രം പീലിക്കോട്, അതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം ഏതാണ്? 1966 മുതൽ 69 വരെയാണ് ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. അതായത് എന്താണ്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് വന്നതാണ് എന്ത്? പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ആരാണിത് പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് നരസിംഹറാവു ആണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നരസിംഹറാവു. അതായത് ഇന്ത്യയിലെ വിദേശ ഘടകവുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന സമയമായിരുന്നു എന്ത്, 1994. ആ സമയത്താണ് അദ്ദേഹം എന്ത് കൊണ്ടുവരുന്നത്, പുത്തൻ സാമ്പത്തിക നയം. അത് നയം സ്വീകരിച്ചത് PV നരസിംഹറാവും. അത് നിലവിൽ വന്നത് 1994 ജൂലൈ 24-ാണ്. എന്ത് നിലവിൽ വരുന്നത്, പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുന്നത്. പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുമ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. ആരായിരുന്നു മൻമോഹൻ സിംഗ്? ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, മുംബൈയിലാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്? 1935 ഏപ്രിൽ 1-നാണ് എന്ത് വരുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം. ഈ ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. 1949 ജനുവരി 1 എന്താണ് പ്രത്യേകത? അന്നാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിക്കുന്നത്. നമ്മുടെ ₹1 നോട്ടൊഴികെ ബാക്കി എല്ലാം എവിടെയാണ് അച്ചടിക്കുന്നത്? നമ്മുടെ റിസർവ് ബാങ്കിലാണ്. അതേപോലെ ₹1 നോട്ടിലൊഴികെ എല്ലാത്തിലും ഒപ്പിടുന്നത് ആരാണ്? നമ്മുടെ RBIയുടെ ഗവർണറായിരിക്കും. ബാങ്കുകളുടെ ബാങ്കെന്നും സർക്കാരിൻ്റെ ബാങ്കെന്നും വായ്പകളുടെ നിയന്ത്രകനെന്നും എല്ലാം അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്തിരിക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം? താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാരം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം. ഇതിൽ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കാം? യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കണം വേണ്ടത്. അതേപോലെ പിന്നെന്താണ്? തൊഴിൽ വൈദഗ്ധ്യം ഉണ്ടാവണം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ. താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ രീതി. ഓക്കെ, ഇതെന്താണ്? തിരിച്ചാണ് കാര്യം. മുകളിലൊരു ഒരാളുണ്ടാകും, അയാളുടെ കീഴിൽ 2 പേരുണ്ടാകും, അവരുടെ കീഴിൽ 2 പേരുണ്ടാകും. അത് മുകളിൽ നിന്ന് താഴേക്കാണ്. അതാണ് ശ്രേണീപരമായ സംഘാടനം. അതേപോലെ സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, അതേപോലെ തന്നെ വൈദഗ്ധ്യം. ഇവയെല്ലാം എന്തായിരിക്കണം? ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ്. ഇതും എന്താണ്? SCRT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1ഉം 3ഉമാണ്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, 1ഉം 3 മാത്രമാണ് സവിശേഷത അല്ലാത്തതായിട്ട് വരുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ IAS ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതായിരിക്കും? അത് 2ാം വായനയിലാണ്. അതായത് 1ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ 1ാം വായന എന്ന് പറയുന്നത്. 1ാം വായന ആദ്യം അത് അവതരിപ്പിക്കും, പിന്നീട് എന്ത് ചെയ്യും? 2ാം വായനയിലാണ് ആ ബില്ല് എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്തത്. ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്നറിയപ്പെടുന്നത് 2ാം വായനയാണ്. അവിടെയാണ് നമുക്ക് എന്തൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്തണം, ആ ബില്ലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് 2ാം വായനയാണ്. പിന്നെ എന്തുണ്ട്? 3ാം വായനയുണ്ട്. 3ാം വായനയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ബില്ല് അവിടെ പാസ്സാക്കും. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും അത് അടുത്ത സഭയിലേക്ക് പോകും. അവിടെയും ഉണ്ട് ഈ 3 പ്രൊസീജിയർ: 1ാം വായന, 2ാം വായന, 3ാം വായന എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ശരിയായ പ്രസ്താവനയാണ്. അതായത് നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള എല്ലാ വിഷയങ്ങളെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. നമ്മുടെ പ്രതിരോധം, അതേപോലെ ഇൻഷുറൻസ്, സെൻസസ്, ബാങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ എത്രയാണ്? 98 വിഷയങ്ങളുണ്ട്. ഇനി അടുത്തതാണ് എന്ത് വരുന്നത്? കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് 2 കൂട്ടർക്കും ഉൾപ്പെടുത്താം. അതായത് സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ എന്താണ്? സംസ്ഥാന പാർലമെൻറ്റിനും അതേപോലെ നമ്മുടെ യൂണിയനും എന്ത് ചെയ്യുന്നു? അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് അധികാരമുണ്ട്. അപ്പം നിലവിൽ എത്ര എണ്ണം ഉണ്ട്? നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്. ഇത് യൂണിയൻ ലിസ്റ്റിൽ. ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ എങ്ങനെയാണ്? സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ളതാണ്.
ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 59 എണ്ണമാണ് സംസ്ഥാന ലിസ്റ്റിലുള്ളത്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും നിലനിൽക്കുന്നത്. ഓക്കെ, ഇതായിരിക്കും ശരി. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയമുണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാകും. ഇത് തെറ്റാണ്. ഓക്കെ, ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു. പോലീസ് എവിടെയാണ് പെടുന്നത്? പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റാണ് പോലീസ്. അപ്പോൾ ഇതും തെറ്റായ പ്രസ്താവനയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ പോലീസ്, അതേപോലെ കൃഷി, തദ്ദേശ സ്വയംഭരണം, ജലസേചനം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് വിദ്യാഭ്യാസം, വനം, വൈദ്യുതി, ഇവയെല്ലാം എന്തിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. സോ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് ശരി. സോ ഓപ്ഷൻ 2, 1 മാത്രം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തി വരുന്നത്, പോക്സോ ആക്ട് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ എന്താണ് പോക്സോ ആക്ട് പ്രകാരം നമ്മൾ എന്ത് പറയുന്നുണ്ട്? കുട്ടി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതാണ് പോക്സോ എന്ന് പറയുന്നത്. പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത്? 2012 നവംബർ 14 എന്താണ്? ശിശുദിനത്തിൻ്റെ അന്നാണ് എന്ത് വരുന്നത്? പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. ഇനി ബാലവേല നിരോധനത്തിന് കുട്ടിയെന്ന് ഉൾപ്പെടുത്തുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. അതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് പോക്സോ ആക്ട് പ്രകാരം കുട്ടികളെന്ന് ഉൾപ്പെടുത്തുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. ബാലവേല എന്ന് പറയുമ്പോൾ എന്താണത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ LDCയുടെ അസിസ്റ്റൻറ്റ് കമ്പൈലർ പോസ്റ്റ് നടന്ന ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ്. അടുത്ത 20 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്